وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون ونقلب أفئدتهم وأبصارهم كما لم يؤمنوا به أول مرة ونذرهم في طغيانهم يعمهون. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ കാരുണ്യവും റഹ്മത്തും ബർക്കത്തും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 61-ാമത് ക്ലാസ്സിൽ 109-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് പഠിച്ചു തുടങ്ങുവാനുള്ളത്. وأقسموا بالله جهد أيمانهم لئن جاءتهم آية ليؤمنن بها قل إنما الآيات عند الله وما يشعركم أنها إذا جاءت لا يؤمنون وأقسموا بالله അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യുന്നു. ജഹ്ദ ഐമാനിഹിം അവർക്ക് ചെയ്യാവുന്ന പറയാവുന്ന മാക്സിമം പരമാവധി ഉറപ്പിച്ചും തറപ്പിച്ചും ലൈൻ ജാഅത്ഹും ആയ തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നു കിട്ടിയാൽ ലയുഅ്മിനുന്ന ബിഹാ തീർച്ചയായും അവർ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന്. ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ് പറയുക പ്രവാചകരെ, ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലല്ലേ ഉള്ളത്. വമാ യുശ്ഇറുക്കും നിങ്ങൾക്ക് എന്തറിയാം. പ്രവാചകരോടാണ്, നമ്മളോടാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തറിയാം? അന്നഹാ ഇദാ ജാഅത് ലാ യുഅ്മിനൂൻ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് വന്നു കിട്ടിയാലും അവർ വിശ്വസിക്കുന്നതല്ല. അഖ്സമ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ എന്നൊക്കെ പറഞ്ഞ് അഖ്സമ സത്യം ചെയ്തു, ഉറപ്പിച്ച് സത്യം ചെയ്തു.
ജഹ്ദ ഐമാനിഹിം, ജഹ്ദ് വളരെ ഉറപ്പായിട്ട്, ഐമാനുൻ സത്യങ്ങൾ, ശപഥങ്ങൾ, അക്സമ സത്യം ചെയ്തു, ഐമാനുൻ സത്യം, സത്യങ്ങൾ, ശപഥങ്ങൾ, ജഹ്ദ് ഉറച്ച വിധത്തിലുള്ള. അപ്പൊ അവര് സത്യം ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലൊക്കെ സത്യം ചെയ്തിട്ട് ഉറപ്പിച്ചും തറപ്പിച്ചും അവർ പറയുന്നു, ലഇൻ ജാഅത്ഹും ആയ, അവർക്ക് ആയത്ത് വന്നാൽ, ദൃഷ്ടാന്തം വന്നാൽ, ആ ദൃഷ്ടാന്തം എന്താണ് എന്ന് ഈ സൂറത്തിൽ തന്നെ പലതവണ വന്നിട്ടുള്ളതാണ്. അവർ ഖുർആനല്ലാത്ത വേറെ പല സംഗതികളുമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കിട്ടിയാൽ അവർ ലയുഅ്മിനുന്ന ബിഹ, തീർച്ചയായും അവർ ഈ ഗ്രന്ഥത്തെയും ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന്. തീർച്ചയായും യുഅ്മിനു വിശ്വസിക്കും, തീർച്ചയായും ബിഹ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. വമാ യുശ്ഇറുക്കും, നിങ്ങൾക്ക് എന്തറിയാം, അന്നഹ, തീർച്ചയായും ആ ദൃഷ്ടാന്തങ്ങൾ, ഇദാ ജാഅത്ത്, അത് വന്നാൽ തന്നെ, ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുകയില്ല. ഇതാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. അപ്പൊ അവര് വന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്, കണ്ണുകൊണ്ട് ഇവിടെ കാണാത്ത വേറെ ഒരുപാട് ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്, അത്ഭുത സംഭവങ്ങളാണ് അവർ ചോദിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയെയും പ്രവാചകത്വത്തെയും അംഗീകരിക്കാൻ മനുഷ്യരെ നിർബന്ധിക്കുന്ന ചില അമാനുഷികമായ സംഭവങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ അവർ ചോദിച്ച കാര്യം? وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا. സൂറത്ത് ഇസ്രായേൽ ഉണ്ട് ഇങ്ങനെ കുറെ ആയത്തുകൾ. ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കി തരിക. 2, നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുക. 3, ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുക. 4, അള്ളാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ താഴോട്ട് ഇറക്കിക്കൊണ്ടുവരിക. 5, നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകട്ടെ. 6, ആകാശത്ത് കൂടി നീ കയറിപ്പോവുക. 7, നീ അങ്ങനെ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം, എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് നേരെ താങ്കൾ കൊണ്ടുവന്നു തരിക എന്നൊക്കെയാണ് പ്രവാചകന് വിശ്വസ്തനായി അംഗീകരിക്കുന്ന, അല്ലമീൻ എന്ന പേരിട്ട് വിളിക്കുന്ന, അവരുടെ എല്ലാ വിഷയങ്ങളിലും മധ്യസ്ഥനായി കണ്ടിരുന്ന, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് ജീവിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ ഏറെ അംഗീകരിച്ചിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി വന്നപ്പോ അവർ ആവശ്യപ്പെടുന്ന ചോദ്യം, വെറുതെ ആവശ്യപ്പെടുക എല്ലാവരും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് അവർ പറയുന്നു. നമ്മളെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വല്ലാഹി ഞാനത് ചെയ്യൂട്ടോ, വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ അങ്ങനെ ആവർത്തിച്ചിട്ട് അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാലോ. ആ സത്യം ചെയ്യുന്ന ആളുകളുടെ പൊതു ഒരു സ്വഭാവമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നിരന്തരമായി സത്യം ചെയ്തിട്ട് പറയും. പലപ്പോഴും ആ സത്യങ്ങൾ പിന്നീട് പാലിക്കാതിരിക്കും. അങ്ങനെ ഇവരും ജഹ്ദ ഐമാനിഹിം, അവർക്ക് സത്യം ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലും ശൈലിയിലും കടുപ്പത്തിലുമൊക്കെ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഖ്സമ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടാണ് അവർ സത്യം ചെയ്യുന്നത്. ഇക്കാലഘട്ടത്തിലൊക്കെ അള്ളാഹുവിനെ കൊണ്ടല്ലാത്ത സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ പലതിന്റെയും പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. ബദരീങ്ങളാണ് സത്യം,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളാണ് സത്യം എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാലോ. തെറ്റാണ് അതൊക്കെ കേട്ടോ. എന്താ അവർ പറയുന്നത്? ലഇൻ ജാഅത്ഹും ആയത്തുൻ, ഒരു ആയത്ത് കൊണ്ടുവന്നാൽ, ആ ആയത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ സാധാരണ നമ്മളെ അവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഖുർആനിലെ ആയത്തുകളല്ല അവരുദ്ദേശിച്ചത്. ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അവർക്കറിയാവുന്ന ചില വിഷയങ്ങൾ ആണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാനോ നിർമ്മിക്കാനോ ഉള്ള ശക്തി അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. അതിനധികാരം അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണുള്ളത്. നിങ്ങൾ ചോദിക്കുമ്പോ അതൊക്കെ ചെയ്തു തരാൻ ഞാൻ ആളല്ല, എന്നോട് അങ്ങനെ കൽപ്പനല്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ലേ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ. ബാഗ്ദാദിലേക്കുള്ള മിസൈൽ തടഞ്ഞു നിർത്തിയ വലിയുണ്ട്. അതേപോലെ വിമാനത്തിൽ കയറിയിട്ട് അത് ഉദ്ദേശിച്ച റൂട്ടിൽ പോകാത്തത് കൊണ്ട് അതിന്റെ മുന്നിൽ വന്നിരുന്ന് ഇയാള് ഇങ്ങേരെ വിളിച്ചപ്പോ അവിടുന്ന് റൂട്ട് തിരിച്ചുവിട്ട ആളുകളുണ്ട്. അങ്ങനെ എത്രയെത്ര മായാവി കഥകളാണ് നമ്മൾ ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകളുടെയും പേരിൽ കളവ് പറയാണ്. അവർ ചെയ്തതോ പറഞ്ഞതോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇന്നിപ്പോ നമ്മുടെ ആ മണ്ണിനടിയിൽ അകപ്പെട്ട നമ്മുടെ അർജുന്റെ വിഷയത്തിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവർക്ക് അത് കണ്ടുപിടിച്ചു കൊടുത്തുകൂടായിരുന്നു. ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ശരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ തിരിച്ച് പടച്ചോനെന്താ കാണിച്ചു കൊടുത്തൂടെ എന്നാണ് അവർ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചല്ലോ, വലാ തസുബ്ബു, നിങ്ങൾ ചീത്ത പറയരുത്, അല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ, അവരുടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ശൈലിയിൽ നമ്മൾ സംസാരിച്ചാൽ അവർ തിരിച്ചും ഇങ്ങോട്ട് അള്ളാഹുവിനെ കൊണ്ട് എന്ത് സാധിക്കും എന്നൊക്കെയാണ് അവര് തിരിച്ചു ചോദിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള ചോദ്യങ്ങളും അർത്ഥവത്തല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പറയാൻ വേണ്ടി പറയാ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് എന്ന് പറഞ്ഞേക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാ. ഇവര് ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അള്ളാഹു കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണല്ലോ, നേരത്തെ പറഞ്ഞതാണ്. പല കാരണങ്ങളുണ്ട്. നേരത്തെ ആദ്യ സമുദായവും അതേപോലെ സമൂത് ഗോത്രവും അങ്ങനെ പല ആളുകളും പലതും ചോദിച്ചപ്പോ അവർക്ക് പല രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ പിന്നെ രണ്ട് സംഗതികളാണ് പിന്നെ അവിടെ നടക്കേണ്ടത്. ഒന്നുകിൽ അവർ നിർബന്ധമായിട്ടും അതിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവരവിടെ നിന്ന് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും അള്ളാഹു അതിന് മറുപടി കൊടുക്കാതിരുന്നത്, അതൊന്നും കാണിച്ചു കൊടുക്കാതിരുന്നത് എന്നൊക്കെ ഖുർആനിക ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇവിടെ ആയത്തിന്റെ അവസാന ഭാഗത്ത് വമാ യുശ്ഇറുക്കും, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് എന്തറിയാം, ഈ ജനങ്ങളുടെ ഭാവി എന്താണ്, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും, ഈ ആയത്തുകളൊക്കെ ഇറക്കിക്കൊടുത്താൽ അവര് വിശ്വാസികളായി വരുമെന്നൊക്കെയാണോ നിങ്ങളുടെ ധാരണ? നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാകാലോ. എന്നാ പിന്നെ ആ മക്കയിലെ മുശ്രിക്കുകൾ എല്ലാരും കൂടെ ഒന്നിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ചോദിച്ച ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തൂടാന്ന് ഒക്കെ തോന്നാലോ. നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് തോന്നിയെന്ന് വരില്ലേ, അങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ നേരിട്ടാ കാണിച്ചു കൊടുത്താൽ പോരെ, ഇപ്പൊ തന്നെ അങ്ങനെ സംഭവിച്ചൂടെ എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഫലസ്തീന്റെ വിഷയത്തിലും അതേപോലെ ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും സംസാരിക്കാറുള്ളത് അള്ളാഹുവിന് എന്താണ് ഇതിലൊന്ന് ഇടപെട്ടാൽ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവർക്ക് എതിരെയുള്ള ചില സംഗതികളിലൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നതിന് ഉള്ള ഉത്തരമായി അള്ളാഹു നമ്മളോട് പറയുന്ന സംഗതി, ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചു കൊടുത്താലും ഈ ആളുകളൊക്കെ നേർമാർഗത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വമാ യുശ്ഇറുക്കും, നിങ്ങൾക്ക് എന്തറിയാം, അന്നഹാ ഇദാ ജഅത് ലാ യുഅ്മിനൂൻ, അവർക്ക് എന്തൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ അവരെ തട്ടി ഉണർത്തുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അവരുടെ മുന്നിൽ കിട്ടിയാൽ പിന്നെയും അവർ ആ പഴയ പല്ലവി തന്നെയാണ്
ആവർത്തിക്കുക. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പോകും. അള്ളാഹു അല്ലാത്ത ശക്തികളെയാണ് അവർ ആരാധിക്കുന്നത്. അങ്ങനെ ഭൗദൈവ ആരാധനയിൽ തന്നെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അതാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. തങ്ങളുടെ വഴിവെച്ച സഹോദരന്മാരെ നേർമാർഗത്തിലേക്ക് ആനയിക്കുന്ന എന്തെങ്കിലും ഒരു ദിവ്യ അടയാളം പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ആളുകളോടുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. നേരത്തെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഖുർആൻ തന്നെ മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടതാ. വലോ ഫതഹ്നാ അലൈഹിം ബാബം മിനസ് സമാഇ ഫദല്ലു ഫീഹി യർജൂൻ ലഖാലു ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമും മസ്ഊറൂൻ. അവർക്ക് ആകാശത്തിന്റെ ഒരു വാതിൽ തുറന്നു കൊടുത്തിട്ട് അവരോട് അതിലൂടെ കയറിപ്പോകാൻ പറഞ്ഞ് അവരങ്ങനെ ആകാശത്തിലോട്ട് കയറിപ്പോയി. അങ്ങനെയാണെങ്കിൽ തന്നെയും അവർ ആ സമയത്ത് പറയുക ഞങ്ങളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു മാസ്മരികത സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിഹിർ ബാധിച്ചതാണോ എന്നൊക്കെയാണ് അവർ ആ സമയത്ത് പറയാ എന്നാണ്. അങ്ങനെ സംഭവിച്ചാലും അവരത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല. എന്തൊരു മറിമായം ഇവിടെ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു. ആയത്തുകൾ ഇറക്കാൻ നമുക്ക് തടസ്സം എന്താണെന്നറിയോ? അള്ളാഹു ചോദിക്കുക, പൂർവികരായ ആളുകൾ പലപ്പോഴും ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് ഇറക്കി കൊടുത്തു. എന്നാൽ അത് അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായിട്ടാണ് അത്തരത്തിലുള്ള അടയാളങ്ങളോട് അവർ പെരുമാറിയത്. സമൂത് ഗോത്രത്തിന് പാറ പിളർന്നു ഒട്ടകം പുറത്തേക്ക് വന്നപ്പോ ആ ഒട്ടകത്തെ അറുക്കാൻ, അതിനോട് അപമര്യാദയായി പെരുമാറാൻ അവർ തുനിഞ്ഞത്. അതൊക്കെയാണ് വലിയ ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹുവിന്റെ മാലാക്കന്മാർ നേരിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ വന്ന് പല സംഗതികളും സംസാരിച്ചുകൊണ്ടിരിക്കെ ആ നാട്ടിലെ മോശക്കാരായ ആളുകൾ കടന്നു വന്ന് അവരെ പിടിച്ച് വേണ്ടാവൃത്തിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞ സമുദായമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുക ആ നാട് ഒന്നാകെ നശിപ്പിക്കപ്പെടുക, ആ ആളുകൾ ഒന്നാകെ ഇല്ലാതായി തീരുക എന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഇവർ ചോദിച്ച ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാതിരിക്കുന്നത്. ഇത് നമ്മൾ വിശദമായിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു പോയത് കൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു പോയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ വനുഖല്ലിബു മറിച്ചുകൊണ്ടിരിക്കും, നാം മാറ്റി മറിച്ചുകൊണ്ടിരിക്കും, അഫ്ഇദതഹും അവരുടെ മനസ്സുകളെ, അവരുടെ ഹൃദയങ്ങളെയും, വഅബ്സാറഹും അവരുടെ കണ്ണുകളെയും, കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറ നേരത്തെ ആദ്യ തവണ, അവ്വല മറത്തിൻ ആദ്യ തവണ, ലം യുഅ്മിനൂ ബിഹി കമാ ലം യുഅ്മിനൂ ബിഹി അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ. നേരത്തെ തന്നെ ഈ ഖുർആൻ കേൾക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് തന്നെ ഇത് വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് പലതും കാണും, സത്യമാണെന്ന് മനസ്സിലാക്കും, പിന്നെ കുറച്ചും കൂടി തിരിയുമ്പം അത് മറ്റൊരു രൂപത്തിലാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ ചിന്തകൾ ഒരുപക്ഷെ ഒരു വേള നന്മയിലേക്ക് വരും, കുറച്ച് കഴിയുമ്പോൾ അതാണ് മാറിപ്പോയിട്ടുണ്ടാകും, വേറെ പല വേണ്ടാത്തരങ്ങൾ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സുകളും കണ്ണുകളുമൊക്കെ നാം മറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ അങ്ങനെയാണ് പോകുന്നത്. വനദറുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ അവരുടെ തുഗ്യാനുമായി, അവരുടെ ധിക്കാരവുമായി യഅ്മഹൂൻ വിഹരിച്ചു കൊള്ളുവാൻ വേണ്ടി നദറു നാം വിട്ടേച്ചിരിക്കുകയാണ്,
നെത്തുറുക്കു എന്നാണ്, നാം ഒഴിവാക്കി വിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ആളുകളെ. സൂറത്തുൽ അനാമിന്റെ 110 ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? വനുഖല്ലിബു അഫ്ഇദത്തഹും വഅബ്സാറഹും, ഈ ആളുകളുടെ ഹൃദയങ്ങളും അവരുടെ മനസ്സുകളും അവരുടെ കണ്ണുകളുമൊക്കെ നാം മറിച്ചുകൊണ്ടിരിക്കുന്നു. കല്ലബ, കൽബ്, മാറി മറിയുന്നത്, അങ്ങനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽബ് എന്ന് പറഞ്ഞ സാധനം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഫ്ഇദത്തഹും എന്നാണ് പിന്നെ ഉപയോഗിച്ചത്. അവരുടെ മനസ്സുകൾ ഫുആദിൻ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതേപോലെ അവരുടെ കണ്ണുകളും. കമാല യുഅ്മിനു ബിഹി അവ്വല മറ, നേരത്തെ തന്നെ അവർ ഈ ഖുർആനിൽ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും അവരുടെ ജീവിതത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴും അവരുടെ ഈ മനസ്സും കണ്ണുമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി സത്യത്തിൽ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് അവരുടെ മനസ്സും കണ്ണുകളും ഒക്കെ ഉള്ളത്. എന്നിട്ടോ അവരുടെ ധിക്കാരവുമായി തുഗ്യാനുമായി അതിൽ വിഹരിച്ചു കൊള്ളാൻ വേണ്ടി അമഹൂൻ, അതിൽ തന്നെ ആ ധിക്കാരത്തിൽ അവർ വിഹരിച്ചു കൊള്ളാൻ വേണ്ടി നാം അവരെ വിട്ടേക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അതിലെങ്ങനെ ആ തുഗ്യാനിൽ, ആ ധിക്കാരത്തിൽ, അഹങ്കാരത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് പരിശോധിച്ചു നോക്കൂ. എന്തൊക്കെ പറഞ്ഞത്? പ്രഥമഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ടിട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നതിന് കാരണമായ അതേ മനസ്ഥിതി തന്നെയാണ് ഇപ്പോഴും അവരിലുള്ളത്. മാറ്റമൊന്നും വന്നിട്ടില്ല. 2, അവരുടെ വീക്ഷണഗതിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇതുകൊണ്ടൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. 3, സത്യം ഗ്രഹിക്കാനും കാണാനും തങ്ങൾക്ക് തടസ്സമായിരുന്ന അതേ തലതിരിഞ്ഞ ചിന്താഗതിയും വളഞ്ഞ വീക്ഷണവും തന്നെ ഇപ്പോഴും അവർ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിയായ വീക്ഷണമല്ല, ശരിയായ സംഗതികളെ കാണുന്ന ഒരവസ്ഥയല്ല, തലതിരിഞ്ഞ ചിന്താഗതിയാണ്. അവരുടെ മനസ്സ്, അവരുടെ ചിന്ത ഒക്കെ തലതിരിഞ്ഞ വിധത്തിലാണ് പലപ്പോഴും ഉള്ളത്. ആദ്യം മുതൽക്ക് അവർ ഖുർആനെ എതിർക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തു വന്നത്. എത്ര തെളിവുകൾ കൊടുത്തിട്ടും എത്ര ലക്ഷ്യങ്ങൾ അവരെ കാണിച്ചു കൊടുത്തിട്ടും അതിലൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് ഒരുക്കമില്ല. ഇനി പുതിയൊന്ന് കണ്ടാൽ അവർ മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് എത്ര തന്നെ പുതിയ ദൃഷ്ടാന്തങ്ങൾ അവരെ കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അവരുടെ മനസ്സിനും കാഴ്ചക്കുമൊക്കെ ശരിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. നുഖല്ലിബു അഫ്ഇദത്തഹും വഅബ്സാറഹും, ഹൃദയം കൊണ്ട് ആലോചിച്ച്, കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ്, കാര്യം മനസ്സിലാക്കി അവർ സത്യം സ്വീകരിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷക്ക് ഇനിയൊരു അവകാശവുമില്ല. അവർ കൂടുതൽ കൂടുതൽ ദുഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നതൊക്കെ ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് തൽക്കാലം നാം അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. അവരൊരുപാട് തോന്യാസങ്ങൾ, ധിക്കാരങ്ങളാണ് ആ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളെയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അധാർമികതയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും മോശമായ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ അധർമ്മത്തിൽ, അതിക്രമത്തിൽ അവരങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനത്തെ നാം ഭംഗിയാക്കിയെന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. അവരുടെ ഹൃദയങ്ങളെയും കാഴ്ചകളെയും നാം മറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. അവരുടെ അതിക്രമത്തിൽ അന്താളിച്ച് വിഹരിക്കാൻ നാം അവരെ വിട്ടുകളയുന്നു എന്ന് ഈ 110 ആയത്തിലും അള്ളാഹു സൂചിപ്പിച്ചു. കഴിഞ്ഞ 3 ആയത്തുകളിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയായി തോന്നുകയാണ്. അവരുടെ ഹൃദയങ്ങളും കാഴ്ചകളും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതിക്രമത്തിൽ അന്താളിച്ച് വിഹരിക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ എമ്പാടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലുള്ള പദങ്ങൾ അഫ്ഇദത്തഹും എന്നുള്ളത് ഫുആദിൽ നിന്നുള്ളതാണ്. ഫുആദിൻ അതിന്റെ ജംആണ് അഫ്ഇദത്തുൻ. ഫുആദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ കാണുന്നത് അൽ ഖൽബ് എന്നാണ്, ഹൃദയം എന്ന് തന്നെയാണ്. സൂറത്തുൽ ഫുർഖാനിൽ ഒരു ആയത്തുണ്ട്, വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദതൻ കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല. കദാലിക, വിശ്വാസികൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഖുർആൻ ഒരു ജുംലയായിട്ട്, ജുംലത്തൻ വാഹിദത്തൻ, ഒറ്റ തവണയായിട്ട്
എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ പ്രയാസമുണ്ട് അങ്ങനെ ഇറങ്ങുന്നതിൽ. അവരെ പല വിഷയങ്ങളും തുറന്നു കാണിക്കുന്ന, ചിന്താഗതികളെ തുറന്നു കാണിക്കുന്ന ആയത്തുകളാണ് ഇറങ്ങുന്നത്. അപ്പൊ അവര് പലനിലക്കും ഉള്ള ഈ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഖുർആൻ ഒറ്റത്തവണയായി ഇറങ്ങിയില്ല. അപ്പൊ അതിന് മറുപടി പറയുന്നത് പ്രവാചകരെ, നിങ്ങളുടെ ഫുആദ് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ ഇങ്ങനെ കഷ്ണം കഷ്ണമായി ഇടക്കിടക്കായി പല സന്ദർഭങ്ങളിലായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇവരിൽ നിന്ന് നേരിടുമ്പോ ഈ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പടിപടിയായി നമ്മൾ നിങ്ങളിലേക്ക് ഇറക്കി തന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ലിനുസബ്ബിത ഫീ ഫുആദക, താങ്കളുടെ ഹൃദയം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതില് യഅമഹു എന്നുള്ളൊരു വാക്കാണ് നേരത്തെ വന്നതാണ്. അമഹ യഅമഹു എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അമഹസായിറു എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ തഹയ്യറ വതറദ്ദദ ഫിത്തരീഖി വലൻ യദ്രി ഐന യദ്ഹബു എന്ന. ഒരു യാത്രക്കാരൻ എന്താണ് അറിയേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ അവരവരുടെ അവസാനം അവരുടേതായ ആ മോശപ്പെട്ട ഏർപ്പാടുകളും വേണ്ടാത്തരങ്ങളിലുമൊക്കെ അവർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതിന് അവസാനം കണ്ടില്ലേ, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും, മനസ്സുകളെയും കണ്ണുകളെയും മറിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് എല്ലാവർക്കും സംഭവിക്കുക, ഇവർക്ക് മാത്രമല്ല. അക്സറു മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ലിഫ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഏറെ കൂടുതലും ഉണ്ടായിരുന്നത് ലാ മുഖല്ലിബൽ ഖുലൂബ്, ലാ വ മുഖല്ലിബൽ ഖുലൂബ് എന്നായിരുന്നു. ലാ വ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറയാറുണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന. അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനെ, ഹൃദയങ്ങൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനാണേ സത്യം എന്ന് പറയാറുണ്ടായിരുന്നു എന്ന. അപ്പൊ എന്റെ അവസ്ഥ, പ്രവാചകന്റെ അവസ്ഥ ഓരോ അവസരത്തിലും പല നിലക്കുള്ള ഒരു വിധത്തിൽ പോകുമ്പോ ചാഞ്ചാട്ടമില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു സത്യം ചെയ്ത് പറയുന്നത്. കാന അക്സറു ദുആഇഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കൂടുതലുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇങ്ങനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ഇത് കേട്ടപ്പോ ഉമ്മു സലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാ അക്സറു ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നിങ്ങനെ താങ്കൾ കൂടുതലായി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഉമ്മു സലമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ഉമ്മി സലമ, യാ ഉമ്മ സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബഅൈനി മിൻ അസാബിഇല്ലാ ഫമൻ ശാഅ ഖാം വമൻ ശാഅ അസാർ. ഏതൊരു മനുഷ്യനും അവന്റെ ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ട്ടോ. പടച്ചവൻ ഉദ്ദേശിക്കുമ്പോ അതിനെ നേരെയാക്കാനും അതിനെ തെറ്റിച്ചു കളയാനും ഒക്കെ പടച്ചവന് സാധിക്കുമല്ലോ. ആ നിലക്കാണ് ഞാൻ പടച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ഓതുന്നുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നൊരു ആയത്ത് ഇതിന് ശേഷം അവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ട് കടന്നു വരാം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖൽബുൽ മുഅ്മിനി ബൈന ഉസ്ബുഐനി മിൻ അസാബി അർ-റഹ്മാൻ യുഖല്ലിബുഹു കൈഫ യശാ എന്നാണല്ലോ. അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഒരു മുഅ്മിനിന്റെ ഹൃദയം. അത് റബ്ബിന് എന്ത് വേണമെങ്കിലും ചെയ്യാലോ.
നമ്മുടെ ഒരു രണ്ട് വിരലുകൾക്കിടയിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാല് ആ വസ്തുവെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തൂടെ? അതിനുള്ള സ്വാതന്ത്ര്യമല്ലേ? അത് പിടിച്ചു വെക്കാമെന്നെങ്കിൽ അതിനെ ഞെരിച്ചു കളയാം. നമ്മുടെ രണ്ട് വിരലുകൾ കൊണ്ട് വിരലുകൾക്കിടയിലിട്ട് അതിന് വേണമെങ്കിൽ ഞെരിച്ചു കളയാം നമുക്ക്. അതല്ലെങ്കിൽ ആ വിരലുകൾ ഞൊട്ടി അത് ആ സാധനം പുറത്തേക്ക് തെറിപ്പിച്ചു കളയുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രണ്ട് വിരലുകൾക്കിടയിൽ ഒരു സാധനം കിട്ടിയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായ നമ്മുടെ ഹൃദയം, ആ ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് എന്ന് പറയുമ്പോ പടച്ചവനെ അത് എന്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ. അപ്പൊ അവനോട് ഞാൻ ചോദിക്കുകയാണ്, പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പടച്ചവനെ, നീ എന്റെ ഹൃദയത്തെ എപ്പോഴും ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അങ്ങോട്ട് തെറ്റിപ്പോകാം, ദീനില്ലാണ്ടായി പോകാം, സംശയങ്ങൾ വരാം, അങ്ങനെ പല തെറ്റുകളിലേക്ക് പല കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെ പോകാം. അങ്ങനെ പോകാതെ ഉറപ്പിച്ചു നിർത്താനാണ് ഇവിടെ ചോദിക്കുന്നത്. ഫഹാവുന ഐലൻ കദാലിക്കൽ ഖൽബു വാഖിഫുൻ ബൈന ഹാതൈനി ദാഇയതൈൻ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള അവസ്ഥകളിലാണല്ലോ മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത്. ആ നിലക്കാണ് ഇങ്ങനെ രണ്ട് വിരലുകൾക്കിടയിലുള്ളത് പോലെ ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ പറ്റാവുന്ന ഒരു ചെറിയ സാധനമാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയം എന്നുള്ളത്. അതിന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ. വനുഖല്ലിബു അഫ്ഇദത്തഹും എന്നാണ് ആദ്യം ഹൃദയമാണ് പറഞ്ഞത്, മനസ്സുകളെയാണ് സൂചിപ്പിച്ചത്. പിന്നീടാണ് കണ്ണുകളെ സംബന്ധിച്ച് പറഞ്ഞത്, അബ്സാറഹും എന്ന് പറഞ്ഞത്. കണ്ണുകൾ മാറി മറിയുന്ന പല അവസ്ഥകളുണ്ട്. കാണുന്ന സംഗതികളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക, നമ്മൾ കണ്ട സംഗതികളെ മനസ്സിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ പ്രയാസകരമായി തീരുക. കണ്ണുകൾ മാറുന്ന അവസ്ഥ പറയുന്നതിന് മുമ്പ് ഹൃദയങ്ങൾ മാറുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളൊരു സംഗതി കണ്ട് അതിന്റെ കണ്ടാലും കേട്ടാലുമൊക്കെ അതിന്റെ കൃത്യമായ വ്യതിചലനങ്ങൾ നടക്കുന്നതോ അതിനെ കൃത്യമായി സ്വീകരിക്കുന്നതോ ഒക്കെ ഹൃദയത്തിൽ വെച്ച് അവന്റെ മനസ്സും ഹൃദയവും ഒക്കെയാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ്. ഒരു സന്ദേശം ഹൃദയത്തിലെത്തിയാൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലുമൊക്കെ കണ്ണ് അത് അങ്ങോട്ട് തിരിയാറുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ പലതും കാണുന്നുണ്ടെങ്കിലും ആഗ്രഹിച്ച നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാൻ ആ കാഴ്ച ഒരു കാരണമായി മാറുന്നില്ല. നമ്മുടെ മനസ്സെന്ത് ഇച്ഛിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കണ്ട സംഗതിയെ നമുക്ക് തേടിപ്പിടിക്കണം, അതെനിക്ക് തന്നെ കിട്ടേണ്ടതാണ് എന്നൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് ആദ്യമായി അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിനുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരായത്തിന്റെ പിൻബലം കൂടെ ഉണ്ടതിന്. വമിൻഹും മൻ യസ്തമിഉ ഇലൈക വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറ. നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ചില ആളുകളുണ്ട്. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു മറയുണ്ട്. അൻ യഫ്ഖഹൂഹു, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ. വഫീ ആദാനിഹിം വഖറ, അവരുടെ കാതുകളും അവിടെ ഉരുക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ കേട്ടത് കൊണ്ട് കാര്യമല്ല, കണ്ടത് കൊണ്ട് കാര്യമല്ല. ഹൃദയം തുറന്നിടാൻ സാധിക്കണം. ആ ഹൃദയം തുറന്നിടാൻ വേണ്ടി അങ്ങനെ മാറ്റിമറിക്കുന്ന ഹൃദയം പല ഭാഗത്തേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരായത്തും കൂടെ കേൾപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകണം കേട്ടോ. നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്കാ.
നിങ്ങളെ മരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതല്ല, നിങ്ങളെ ജീവസുറ്റതാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പ്രവാചകനും ഉത്തരം കൊടുക്കുക. അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ അള്ളാഹു മറയിടുന്നതാണ് എന്നും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നുണ്ടല്ലോ, നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ കൽബ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ. പക്ഷെ ആ വിചാരത്തിന്റെയും ആ ചിന്തകളുടെയും മനുഷ്യന്റെയും ഇടയിൽ അള്ളാഹു മറയിടും എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൈകൾക്കിടയിൽ മറയിടും എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കാണാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യ നിന്റെയും അതിന്റെയും ഇടയിൽ, നിന്റെ കാലുകളുടെയും ഇടയിൽ നാം മറയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാലുകൾ കാണാൻ പറ്റാത്തൊരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മനുഷ്യനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ ചിന്തക്കിടയിൽ, മനുഷ്യന്റെ മനസ്സിനിടയിൽ അള്ളാഹു ഒരു മറയിടുന്നതാണ്. അവന്റെ മനസ്സ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. പിന്നെ അവനത് ഉൾക്കൊള്ളാനും അതിനെ സംബന്ധിച്ചുള്ള ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാത്തൊരവസ്ഥ പറയും ഉണ്ടാകുമെന്ന് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഹൃദയവും, നമുക്ക് കിട്ടിയ ചിന്താശേഷി, നമുക്ക് കിട്ടിയ മനസ്സ്, അത് വലിയ ഒരു കാര്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ് എന്നാണ്. ഇനി ഒരു 4 സ്ലൈഡും കൂടെ, ഒരു 111-ാമത്തെ ആയത്തിലേക്ക് വരുന്നാല് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുലാ മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ് വലാകിന്ന അക്സറഹും യജ്ഹലൂൻ. വലൗ അന്നനാ, ലൗ അന്നനാ, എങ്ങാണ്ടെങ്കിലും നാം നസ്സൽന അവർക്ക് ഇറക്കുകയും ഇലൈഹിം അവരിലേക്ക് അൽ മലായിക്കത്ത മലക്കുകളെ, നാം അവർക്ക് മലക്കുകളെ അഥവാ ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, വകല്ലമഹുമുൽ മൗത, മരിച്ചവർ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുല, അവർ ചോദിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാ വസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിച്ച് കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും. അതുകൊണ്ട് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് എന്തൊക്കെ അവർ ചോദിച്ചത് എന്ന് നമ്മൾ അവിടെ എഴുതി കാണിച്ചല്ലോ. അവർ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ഹശർന, നമ്മൾ ഒരുക്കിക്കൂട്ടി കൂട്ടം കൂട്ടമായി ശേഖരിച്ച് കുബുലൻ, അവരുടെ മുമ്പാകെ കൊണ്ടുവരികയും ചെയ്താൽ, ആ വാക്കൊക്കെ വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെയ്താലും, 1 അവരുടെ മുമ്പിൽ മലക്കുകൾ വന്നു, 2 അള്ളാഹു നേരിട്ട് വന്നവരോട് സംസാരിച്ചു, 3 അവർ ചോദിച്ച പ്രവാചകന് ആ വീടുണ്ടാകണം, അവരുടെ മുമ്പിലൂടെ അരുവിയൊഴുകണം, അവർ ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം നേരിട്ട് ഇറക്കിക്കൊണ്ടുവരണം, ഈ ഖുർആൻ ഒറ്റയടിക്കിറങ്ങണം. ഇങ്ങനെ അത്ഭുതകരമായ പല സംഗതികളും അവർ ചോദിച്ചത്. ഇതൊക്കെ ഒന്നായിട്ട് അവരുടെ മുമ്പേ ഓരോന്നായി ഇങ്ങനെ അവരുടെ മുമ്പിൽ കൂട്ടം കൂട്ടമായി അവരുടെ മുമ്പിൽ ശേഖരിക്കപ്പെടുകയും ചെയ്താലും, അവരുടെ മുമ്പിൽ നാം ഒരുമിച്ച് കൂട്ടിയാലും മാ കാനൂ ലിയുഅ്മിനൂ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിനറിയാം, ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അവരുടെ ഉദ്ദേശത്ത് അവർക്കങ്ങനെ ഒരു ചിന്തല്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവസ്ഥ. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, എന്നാൽ അവരിൽ അധിക പേരും ജാഹിലീങ്ങളാണ്, വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരിലുള്ള അധിക ആളുകളും. ജഹിലും ഇൽമില്ലായ്മയും രണ്ടും രണ്ടാണ്. ഇവിടെ ജഹിലാണ്, അവരുടെ വിവരക്കേടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പല വിഷയങ്ങളിലും അവർക്കറിവുണ്ട്. പക്ഷെ ഇവിടെ അവരുടെ വിവരക്കേടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആയത്ത് എന്റെ അവതരണ പാശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു ഹദീസ് ഉണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നത് മറ്റൊരു കാര്യം. കാരണം ഈ സൂറത്ത് ഒന്നിച്ച് അവതരിച്ച ഒരു സൂറത്തായിരിക്കെ ഇതിലുള്ള ഒരായത്ത് മാത്രം ഇതിനൊരു പാശ്ചാത്തലം ഉണ്ടാവുകയോ അവതരണ കാരണം ഉണ്ടാവുകയോ എന്നൊക്കെ ചോദിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ഇതിലുള്ള ചില വസ്തുതകളുണ്ട്, അത് പറയാം.
ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ മുസ്തഹ്സിഊന ബിൽ ഖുർആനി കാനു ഖംസത്തൻ. ഖുർആനെ വളരെ നിശ്ചിതമായി പരിഹസിച്ചു കൊണ്ടിരുന്ന ആളുകൾ 5 പേരാണ്. ഒന്ന് അൽ വലീദ് ഇബ്നു മുഗീറ അൽ മഖ്സൂമി, 2 അൽ ആസിബ് ഇബ്നു വായിൽ അസ്-സഹ്മി, 3 അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് അസ്-സുഹരി, 4 അസ്വദ് ഇബ്നു അൽ മുത്തലിബ്, 5 അൽ ഹാരിസ് ഇബ്നു ഹൻദല. ഈ 5 ഖുർആനിനെ വളരെ പച്ചയായി പുച്ഛിക്കുന്ന ഈ ആളുകൾ, ഖുറൈശികളുടെ നേതാക്കന്മാരായിട്ടുള്ള ഈ ആളുകൾ, ഇന്നഹും അത്തൗ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റഹ്തിൻ മിൻ അഹ്ലി മക്ക, മക്കയിലെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഈ 5 പേർ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലു ലഹു, എന്നിട്ട് അവർ വന്ന് ചോദിച്ചു, അരിനൽ മലായികത യശ്ഹദു ബിഅന്നക റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് മലക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നേരിട്ട് നീ ഒരു പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നത് കാണാൻ സാധിക്കട്ടെ. ഔ ഇബ്അസ് ലനാ ബഅല മൗതാന ഹത്താ നസ്അലഹും അഹഖ്ഖുൻ മാ തഖൂലുഹു അം ബാത്തിൻ, ഞങ്ങളിൽ നിന്ന് നേരത്തെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവരിൽ നിന്ന് ചിലരൊക്കെ അവരുടെ കബറുകളിൽ നിന്ന്, മറമാടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഞങ്ങൾ അവരോട് ചോദിക്കട്ടെ, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? മരിച്ചാലേ ഉള്ള സംഗതികളൊക്കെ ശരിയാണോ? മരിച്ചതിന് ശേഷം മറ്റൊരു ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമാണോ എന്നൊക്കെ അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. അങ്ങനെ നിനക്ക് ചെയ്യാൻ സാധിക്കോ? അവിഅ്തിനാ ബില്ലാഹി വൽ മലായികത്തി ഖബീലൻ ഐ കഫീലൻ അലാ മാ തദ്ഈഹി, മലക്കുകളെയും അല്ലാഹുവിനെയും ഒക്കെ നേരിട്ട് ഇവിടെ ഹാജരാക്കി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സാക്ഷികളായി നിർത്താൻ നിനക്ക് സാധിക്കുമോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി എന്നോണമാണ് ഈ ആയത്ത് അവതരിച്ചിരിക്കുന്നത് എന്ന ഏതായിരുന്നാലും അതിനുള്ള മറുപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്ര വമ്പിച്ച ദൃഷ്ടാന്തം കണ്ടാലും അവർ വിശ്വസിക്കാൻ മുമ്പോട്ട് വരികയില്ല എന്ന് കൃത്യമായി അള്ളാഹു എടുത്തു പറഞ്ഞു. അവർക്ക് ആകാശത്ത് നിന്നൊരു വാതിൽ തുറന്നു കൊടുത്തിട്ട് അവർ അതിലൂടെ കയറിപ്പോയാലും തങ്ങളുടെ കാഴ്ചക്ക് ലഹരി ബാധിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയാ എന്ന് കഴിഞ്ഞ ഒരായത്തിൽ നമ്മൾ കണ്ടു. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ മേൽ ആകാശത്ത് നിന്നൊരു ദൃഷ്ടാന്തം ഇറക്കി കൊടുക്കുന്നതാണ്. അന്നേരം അവരുടെ പിരടികൾ അതിന് കീഴൊതുങ്ങുന്നതായി തീരും. അങ്ങനെയും നമുക്ക് സംഭവിപ്പിക്കാൻ സാധിക്കും. അവരെ എല്ലാവരും ഇതിന്റെ മുമ്പിൽ കീഴൊതുങ്ങേണ്ട ഒരവസ്ഥ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കീഴൊതുങ്ങേണ്ട ഒരവസ്ഥ ഒരുപക്ഷെ ഉണ്ടാക്കാം സാധിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിരടികൾ കീഴൊതുങ്ങുക എന്നതല്ല, മനസ്സുകൾ അംഗീകരിച്ചു കൊണ്ട് വരണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇതിൽ വന്നൊരു വാക്ക് ഹശർന എന്നാണ്. ഹശർന, ഹഷർ, മഹഷർ ഒക്കെ നമ്മൾ കേട്ടതാ. മഹഷർ തന്നെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നാണ്. ഹഷർ എന്ന് സാധാരണ അതിന്റെ ഒറിജിനൽ വാക്കിന്റെ അർത്ഥം വളരെ ആൾ തിരക്കുള്ള ഒരു ചന്തക്ക് പറയുന്ന പേരാ. സൂചി ഇട്ടാൽ സൂചി വെക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തിന് പറയുന്ന പേരാണ്, അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹശ്ർ എന്നുള്ളത്. യഥാർത്ഥത്തിൽ പരലോകത്തുള്ള മഹശ്ർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ്. ഒരു ഹാർഡ്ബോർഡിൽ പെട്ടിയിൽ നമ്മള് കുറെ പുസ്തകങ്ങൾ അടക്കി വെക്കുന്നു വിചാരിക്കുക. ആ പെട്ടി നിറഞ്ഞു, വീണ്ടും അതിനുള്ളിലേക്ക് സ്ഥലമില്ല എന്നറിഞ്ഞിട്ടും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരു പുസ്തകം കൂടെ എടുത്ത് തിരികെ കയറ്റി വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉള്ള ഒരവസ്ഥക്കാണ് അഹ്ശർ എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഖുബുലൻ എന്നാണ്. ഖുബുലൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ലിയന്ന ഫീ കുല്ലി ശൈഇൻ ദുബ്റൻ വ ഖുബുലൻ, ഏതൊരു വസ്തുവിനും മുന്നുണ്ടാകും പിന്നുണ്ടാകും. അതേപോലെ ഇവരുടെ മുന്നിൽ എന്നാണ് അമാമ ഐനൈക, താങ്കളുടെ മുന്നിൽ, അവരുടെ മുമ്പിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു വലാകിന്ന അക്സറഹും യജ്ഹലൂൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജഹാലത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ജഹല്, അജ്ഞതയും, അതേപോലെ അദ്മുൽ ഇൽമ്, അറിവില്ലായ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജഹലും അറിവില്ലായ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജഹല് എന്ന് പറഞ്ഞത് കണ്ണ് അടച്ച് ഇരുട്ടാക്കുന്നതിനെയാണ് ജഹില് എന്ന് പറയുന്നത്. എന്നാൽ ഇൽമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്
അയാൾക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, അയാൾക്ക് മനസ്സിലാകും, അയാൾ അത് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ ജാഹിലായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന് കാര്യം അറിയാം, അതുകൊണ്ട് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പ്രയാസാണ്. അവന്റെ അവബോധത്തിൽ നേരത്തെ ഉണ്ടായ ഈ തെറ്റായ സംഗതി ഉണ്ടല്ലോ, അത് നീക്കം ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. എന്നിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. ഇത്രയാണ് ഈ ആയത്തിലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.